എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? മഴ തന്നെയല്ലേ, മഴയല്ലേ, എല്ലായിടും മഴ തന്നെയാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഴക്കാലത്ത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ DF എന്ന പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രം. ഒക്ടോബർ 31 ഈ പടം റിലീസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം എങ്ങനെ ഇറക്കണം ആ രീതിയിൽ തന്നെയാണ് ഈ ചിത്രം ഇറക്കുന്നത്. വലിയ ഹൈപ്പൊക്കെ ഈ ചിത്രത്തിനുണ്ട്. ഇതിനിടയിലാണ് ലാലേട്ടനും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇത് ഹൈപ്പങ്ങ് കൂടി. ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ലാലേട്ടനെ DP മാറ്റിയതാണ് ഈ കിംവദന്തിക്കൊക്കെ കാരണം. ഏതായാലും ചിത്രത്തിനത് ഗുണമായി വരും എന്ന് 100% ഉറപ്പാണ്. രാഹുൽ സദാശിവൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഭൂതകാലവും അതുപോലെ തന്നെ ഭ്രമയുഗവും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവൽ ചിത്രങ്ങളായിരുന്നു അല്ലേ. ഒന്നിനോട് വ്യത്യസ്തമായ ചിത്രങ്ങൾ തന്നെയായിരുന്നു. കാരണം എല്ലാം പ്രേതവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയുന്നതെങ്കിലും ഈ പ്രേതം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പേടിപ്പെടുത്തുന്ന കഥാപാത്രങ്ങളാണ് വരുന്നതെങ്കിലും അധികം കഥാപാത്രങ്ങളിലൊന്നും ഒരു ചിത്രത്തിലും ഇല്ലല്ലേ. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അധികം കഥാപാത്രങ്ങളില്ല. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഷൂട്ടിങ് തുടങ്ങിയത് 10-20 ദിവസം കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് മാറ്റിയത്. പ്രണവ് അങ്ങോട്ട് അഭിനയിക്കാൻ പോകുന്നു, പിന്നെ പാക്കപ്പ് എന്ന് പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ അധികം കഥാപാത്രങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. ഇപ്പം ട്രെയിലറിനകത്ത് നമ്മൾ കണ്ടത് മോഹൻലാലും 1-2 കഥാപാത്രങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. ആ പെണ്ണിൻ്റെ കണ്ണ് വെള്ളത്തിൽ വീണ് മരിച്ചാന്ന് തോന്നുന്നു. ആ പെണ്ണിൻ്റെ കണ്ണ് ഒരു പ്രത്യേക രീതിയിൽ ആ കണ്ണ് കിടന്ന് അനങ്ങുന്നു. അതുകൊണ്ടാണ് ഈ പ്രേതമാണോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നത്. അതുപോലെ പിന്നെ അതിൻ്റെ സംഭാഷണമൊക്കെ ട്രെയിലറിൽ കണ്ട സംഭാഷണമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു പ്രേതകഥ പോലെ തോന്നിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ആകാംക്ഷ ഉയർത്തുന്ന കാര്യം. ഇതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ചിത്രമാണ് ഇത് എന്നുള്ള ഒരു കിംവദന്തി ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ ചിത്രത്തിൻ്റെ ഹൈപ്പങ്ങ് ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും പ്രീമിയർ ഷോ ആണ്. ആർക്ക് വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതിൻ്റെ ടിക്കറ്റ് എല്ലാം വളരെ വേഗം ബുക്ക് ചെയ്ത് ഫോളോ ഔട്ട് ആവുന്നതാണ് നമ്മൾ കണ്ടത്. 31 പടം റിലീഫെങ്കിലും 30 ചില തിരഞ്ഞെടുത്ത തിയേറ്ററിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന് ടൈമും വളരെയധികം പ്രത്യേകതയുണ്ട്. 9-നും 11-നും ടൈമിൻ്റെ ഷോ ടൈം. അപ്പം പേടിപ്പെടുത്തുന്ന സിനിമ കാണാൻ പറ്റിയ സമയം അല്ലേ. 11-നൊക്കെ പടം കണ്ടതിന് ശേഷം പേടിപ്പെടുത്തുന്ന പടമാണെങ്കിൽ ഒരുമാതിരിയൊക്കെ പാടുപെടും. ഏതായാലും അങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും ഒരു സൂപ്പർ ചിത്രത്തിന് കിട്ടേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഈ ചിത്രം നടത്തുന്നുണ്ട്. ഏതായാലും 1000-ഓളം തിയേറ്ററിലാണ്, 1000-ന് മുകളിൽ തിയേറ്ററുണ്ട്. അവിടെയാണ് ഈ പടം റിലീസ് ചെയ്യാൻ പോകുന്നത് 31. ബാക്കി 31 ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രീമിയർ ഷോയുടെ ടിക്കറ്റൊക്കെ വളരെ വേഗം വിറ്റും പോയി. എന്നിട്ട് 31 ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയില്ല. കേരളത്തിൽ തന്നെ 300-ഓളം തിയേറ്ററിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇന്ത്യക്കകത്ത് 200-ഓളം തിയേറ്റർ അന്യ സംസ്ഥാനങ്ങൾ റിലീസ് ചെയ്യുന്നു. ഏകദേശം 10-38-ഓളം അന്യ രാജ്യങ്ങൾ ഈ ചിത്രം റിലീസ് ചെയ്യുന്നു ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ 500-ഓളം തിയേറ്ററിലും ഈ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്, വിദേശ രാജ്യങ്ങളിൽ. അതൊക്കെ ഭയങ്കര ഹൈപ്പിൽ തന്നെയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ചെറുക്കൻ്റെ ചിത്രം കയറിയും കൊളുത്തു അല്ലേ. പിന്നെ ലാലേട്ടനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അത് വേറെ ലെവലായിരിക്കും മാറുന്നത് എന്ന് 100% ഉറപ്പാണ്. അപ്പം ഇതിൻ്റെ പ്രൊമോഷൻ വളരെ ഗംഭീരമായ പ്രൊമോഷനൊക്കെ നടത്തുന്നുണ്ട്. ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് അവർ പുറത്തു വിടുന്നുണ്ട്. പിന്നെ പ്രണവിനെ സംബന്ധിച്ച് അറിയാമല്ലോ, യാതൊരുവിധ എന്നെ പ്രൊമോഷന് വിളിക്കേണ്ട, ഞാൻ വരുത്തില്ല എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ്. അതുകൊണ്ട് ഇവരെ സംവിധായകരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്ലിക്കാവുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ വേഗം ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഈ ചിത്രം വൻ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പിന്നെ ഹൊറർ ചിത്രമാണെങ്കിൽ, നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു ഹൊറർ ചിത്രമാണെങ്കിൽ ഗംഭീരമായിരിക്കും അല്ലേ. അതുപോലെ മലയാളത്തിൽ ഹൊറർ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി. ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകനിൽ നിന്ന് നമ്മൾ കണ്ടത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ കഥകൾ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഒരു മികച്ച കണ്ടൻറ്റുള്ള കഥ തന്നെയായിരിക്കാം, വ്യത്യസ്തമായ കഥയായിരിക്കാം DF റായ പറയുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും കാത്തിരിക്കുക അല്ലേ. ഇതിൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. പ്രണവ് ഇതിനകത്ത് അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടു. 10-20 ദിവസം കണ്ട് എടുത്തോളേ, പിന്നെ പാക്കപ്പായി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഈ പടം എപ്പോൾ ഷൂട്ട് ചെയ്തതെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഈ കഥാപാത്രങ്ങളുടെ എണ്ണങ്ങൾ വളരെ കുറവാണ്. പിന്നെ സാങ്കേതിക മികവ് തന്നെയായിരിക്കാം ഈ ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാത്തിരിക്കാം. അപ്പം ഒക്ടോബർ 31 ചിത്രം വൻ വിജയമാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം.